ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്താ പരിപാടി? ഇന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ ഇന്ന് മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകാം. അതെ, നമ്മൾ മീൻ വാങ്ങിക്കാൻ പോകാനില്ലേ? എന്ത് മീനാ വാങ്ങിക്കുന്നത്? അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. എന്തായാലും നമ്മൾ ഗപ്പി തന്നെ ആയിരിക്കും നമ്മുടെ പ്രതീക്ഷിക്കും. അവിടെ കുറെ നല്ല വിലയുള്ള മീൻ കാണും കേട്ടോ. നോക്കാം, നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 200 രൂപ. ആ ബഡ്ജറ്റിൽ നമ്മൾ കിടിലം മീനെ വാങ്ങിക്കും. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് പറഞ്ഞ് ലാഗ് അടിപ്പിക്കണ്ട, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാം. ഗൈസ്, നമുക്ക് മീൻ മേടിക്കുന്നതിന് മുമ്പേ നമുക്ക് ബാങ്കിലോട്ടൊന്ന് കയറേണ്ട ഒരു അത്യാവശ്യം. നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. നമുക്ക് ബാങ്കിൽ കയറണമല്ലേ? അതെ, ബാങ്കിലൂടെ നമുക്കിപ്പോൾ ഒന്ന് അത്യാവശ്യം ഒരു ബാങ്ക് വരാം. അവിടെ കയറിയിട്ട് നമുക്ക് നേരെ മീൻ വാങ്ങിക്കാൻ പറ്റും. അതെ, മീൻ വാങ്ങിക്കണം. പിന്നെ വീട്ടിലുള്ള സാധനം വാങ്ങിക്കണം അല്ലേ? ചില്ലറ സാധനങ്ങളൊക്കെ. എന്തായാലും വഴിയെ നമുക്ക് കാണാനില്ല. നമുക്ക് ബാങ്കിലോട്ട് പോകാം. ബാങ്കിൽ പിന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ, നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ലല്ലേ? കാര്യം നടന്നില്ല. ബാങ്കുകാർ ഇതാക്കി. ഇനി നമുക്ക് പെട്രോൾ അടിക്കണമല്ലേ? പിന്നെന്താ പരിപാടി? പെട്രോൾ അടിക്കണം. നമുക്ക് ഇനി നമ്മുടെ മീനെ വാങ്ങിക്കണം. കുറച്ച് പരിപാടിയുണ്ട്. ഇനി നമുക്ക് വീഡിയോ എടുക്കാം. സ്ഥലം എത്തി. ബ്ലൂ മൂൺ, ഇവിടുത്തെ കിടിലം മീൻകട. നമുക്കിനി കയറി കണ്ടിട്ടുണ്ട് കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുക, എന്തോരം കിട്ടിയോ. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. ഇവിടുത്തെ കിടിലം മീൻകട ഇത് ഫുള്ള് കാണിച്ചത്. ഈ മീനുള്ളതല്ലോ, ഇതെടുത്താലോ. ആരാണ് ഇത്? കണ്ടോ, തെരണ്ടി. കുറേ മീനുണ്ട് ഇവിടെ കാണാണ്ടോ. എന്തായാലും നമുക്ക് നോക്കാം ഏതാ വാങ്ങിക്കുന്നതിന്, വാങ്ങിച്ചിട്ട് കാണിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മീനെ വാങ്ങിക്കാൻ ഒരു അക്വേറിയം ഷോപ്പിലേക്ക് കയറുമ്പോൾ നമ്മൾ പകുതി സമയം നമ്മൾ അവിടുത്തെ മീനെ കണ്ടായിരിക്കും തീർക്കുന്നത്. നമ്മൾ വാങ്ങിക്കാൻ ഒരു മീനെ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾ കാണുമ്പോൾ നമുക്ക് പല മീനെ വാങ്ങിക്കണം എന്ന് ആഗ്രഹം വരും. അന്നേരം ആട്ടെ അതിൻ്റെയൊക്കെ വില കേൾക്കുമ്പോൾ നമ്മുടെ കാറ്റും പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മീനെ കണ്ടു നിന്ന് നമ്മുടെ ആ ഒരു കൊതി അങ്ങ് തീർക്കും. ഇങ്ങേക്ക് മോൺസ്റ്റർ ഫിഷ് തൊട്ട് ഗപ്പി വരെയുള്ള എല്ലാ അധികം മീനുകളും നമ്മുടെ ഈ ഒരു അക്വേറിയം ഷോപ്പിലുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മളൊന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണുപോലും എടുക്കാൻ പറ്റാത്തത്ര നല്ല നല്ല മീനുകളുണ്ടായിരുന്നു അവിടെ. എത്ര വെറൈറ്റി മീനുകൾ വന്നാലും നമ്മൾ പണ്ട് തൊട്ടേ എടുക്കുന്ന ഒരു മീനാണ് ഗപ്പി. ഈ ചെറുപ്പത്തിലൊക്കെ കൂടുതൽ നമുക്ക് വാങ്ങിക്കണമെന്ന് കൊതി വന്നിട്ടുള്ളൊരു മീനോടാണ് ഗപ്പി. നമ്മുടെ കഴിഞ്ഞൊരു ലോങ് വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും, നമ്മുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ ഇതേപോലെ ഇണങ്ങി ചേർന്ന് നല്ലപോലെ വളരാൻ പറ്റിയ മീൻ വേറെ ഇല്ല. അവനവിടെ മീൻ നോക്കുന്നുണ്ട്. ഞാൻ അധികം പറഞ്ഞില്ല, അവിടെ ഫുൾ ആൾക്കാരാണ്. വീഡിയോ ഒക്കെ അധികം എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ ബഡ്ജറ്റാണ് 200 രൂപ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഏതെങ്കിലും മീനെ വാങ്ങിക്കും. നമുക്ക് എന്തായാലും ഇനി അത് എടുത്തിട്ട് വന്ന് കാണാം. ഓക്കെ, ഇറങ്ങിയിട്ടുണ്ടല്ലേ? കാണിച്ചേ, എന്തോ വാങ്ങിച്ചേ? 200 രൂപയോ? 200 രൂപ. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചില്ലേ? എന്തായാലും നമുക്ക് ഇനി ഇവനെ കൊണ്ട് നമ്മളവിടെ ഇടല്ലേ, ഇനി അത് കാണാം. നമ്മള് മീൻ വാങ്ങിച്ചല്ലേ? നമ്മള് കുറച്ച് മിക്സ്ഡ് ഗപ്പീസിനെ വാങ്ങിച്ചു. അത് കാണാൻ പറ്റുന്നുണ്ടോ? 4 പേരിനൊക്കെ 240 ഇല്ലേ? നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്നില്ല. അതൊന്നും ബഡ്ജറ്റ് പണ്ടൊക്കെ ഗപ്പി വാങ്ങിക്കാൻ പോകുമ്പോൾ 10-20 രൂപയ്ക്കൊക്കെ ആയിരുന്നു ഇത്രയും കിട്ടുന്നത്. ഇപ്പം ഇതിനെന്താ വില? അതെ, അവിടെ പക്ഷെ സത്യം പറഞ്ഞാൽ കുറെ നല്ല മീനുണ്ടായിരുന്നില്ല, ഇഷ്ടം പോലെ. നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് കിടിലൊരു കുറെ മീൻ വാങ്ങിച്ചിറങ്ങിട്ടോ. നമുക്ക് ജയന്റ് സാധനം നമ്മൾ ഇനി വാങ്ങിച്ചിടും. അതെ, നമുക്ക് ഫണ്ട് ഇല്ലാത്ത മെയിനായിട്ട്. നമുക്ക് ഫണ്ട് ഉണ്ട്, നമ്മളിന്ന് കിടുക്കേനെ. അതെ, പച്ചക്കറിക്കൊക്കെ വില കൂടുന്ന പോലെ മീനെ വില കൂടുന്നു. അതെ, ഫുൾ കിടില മീനുണ്ട്, പക്ഷെ ഫുള്ള് വിലയാട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി അത് ഇടാം. നമുക്ക് ഇവനെ കുറച്ചു നേരം വെള്ളത്തിൽ ഇറക്കി വെക്കണം. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇടാം. എവിടെ? ഇവിടാണ് ആദ്യം ഇടുന്നത്. കാരണം നമുക്ക് അതിൽ നമ്മുടെ പ്ലാറ്റ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ വെള്ളം നിറച്ചിട്ടിരിക്കുന്നുണ്ട്. ഇതിൽ കൊതുകിന്റെ കൂത്താടി കൊതുകിന്റെ കൂത്താടി വന്നിട്ടുണ്ട്. അപ്പം ഇവന്മാർക്ക് കോളായിരുന്നു. അതെ, എന്തായാലും നമുക്ക് ഇടായില്ലേ? ആദ്യം നമ്മൾ സ്ഥിരം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആ കണ്ടീഷന് വേണ്ടി ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. വെള്ളം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. അതുമായിട്ടൊന്ന് ടെമ്പറേച്ചർ അങ്ങനെ ഇടും. ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അഴിച്ചു വിടത്തുള്ളൂ എല്ലാവരും. ഓക്കെ, എന്തായാലും ടെമ്പറേച്ചർ സെറ്റ് ആയിട്ട് നമുക്ക് ഇനി ഇറക്കുന്നതാണ്. അപ്പം നമ്മുടെ മീനെ നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആക്കാൻ പറ്റിയിരുന്നു. ഇനി നമുക്ക് നേരെ ഇവനെ ഇവന്മാരെ അങ്ങോട്ട് ഇറക്കി വിടാം. കൊതുകിന്റെ കൂത്താടി വന്നോണ്ട് ഇവന്മാർക്ക് ഇന്ന് ചാകര. അതെ, നമുക്ക് ഇനി എന്തായാലും ഇറക്കി. എത്ര എണ്ണം ഉണ്ട്? ഇതൊരു 6-8 കാണുമായിരിക്കും. നമുക്ക് നോക്കാം. ഇവന്മാർ ഇതിനകത്ത് ജീവിക്കില്ല. ഇവന്മാർക്ക് പറ്റിയ സാധനം. നിങ്ങളുടെ ടാങ്ക് തന്നെ കണ്ടില്ല. മൊത്തം ഇപ്പൊ നമ്മൾ നട്ട ആ ചെടി ഫുള്ള് സെറ്റ് ആണ്. അടിയിലൊക്കെ ഉണ്ടോ മറ്റേ ചെടിയൊക്കെ ഫുള്ള് സെറ്റ് ആയിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഇവനെ ഇറക്കാല്ലേ? ഇങ്ങോട്ട് തുറക്കട്ടെ. തുറക്കുന്ന വെച്ചാൽ മെനപ്പരിപാടിയാണോ? തുറക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ഇനി ഇതിനെക്കാട്ടി വലിയ മീനൊക്കെ വാങ്ങിക്കണം. വേണ്ടേ?
കാലത്ത് നമ്മൾ വാങ്ങിക്കും. അതാ നമുക്ക് ഫണ്ടിന്റെ പ്രശ്നമുള്ള എന്തോ ഗപ്പിയെ കണ്ടിട്ട് കുറെ കാലമായി. അതെ, എന്തായാലും ഇറക്കാമല്ലേ? ഓക്കെ, അങ്ങനെ തന്നെ നമ്മളെ മീനെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിലേ പോട്ടെ 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 സ്കൂൾ വിട്ട പോലെ പോട്ടെ. യാ മോനെ നമ്മുടെ വേണ്ട മീനായിട്ടില്ല അവിടെ ഉണ്ട്. കൊള്ളാം കൊള്ളാം. അവന്മാർക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഈ സാധനങ്ങളുണ്ട്, ആ കേട്ടോളാം ദേശമുണ്ട്. കളർഫുൾ സാധനം. എന്തായാലും നമുക്ക് ഇനി ഇതിനെക്കാട്ടി വലിയ മീനൊക്കെ വാങ്ങിക്കണം അല്ലേ? ഇവന്മാരെല്ലാം കുറച്ച് ആണ് ഇവിടെ പെരിയ പെരിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സ്ഥലം പുതിയ സ്ഥലത്ത് വന്നതുകൊണ്ട് പരിചയമില്ല. അതെ, ഇനി ഇങ്ങോട്ടൊക്കെ വരുമ്പോ കുറച്ചുകൂടി ഇതാവില്ല. ഇത് ഫുള്ള് സെറ്റ് ആവും. എന്തായാലും നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഫുൾ പ്ലാനഡ് ആക്കി നല്ല അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നാച്ചുറൽ സാധനം സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. അവന്മാരെ ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ചെറിയ കൊക്കിന്റെ ശല്യമുണ്ട്. ഇവന്മാരെ ഇഷ്ടി കൊണ്ടുപോകാൻ അവന്മാര് വരും. അപ്പൊ അവന്മാര് വരുന്നതിന് മുമ്പ് നമുക്ക് ഇത് ഫുള്ള് ഒന്ന് നെറ്റോ എന്തെങ്കിലും ഒക്കെ ഇട്ടാൽ അടിക്കണ്ട. നമുക്ക് എന്തെങ്കിലും നെറ്റ് ഉണ്ടെങ്കിൽ വേറെ നെറ്റ് വിരിക്കുക. ഇതിന്റെ മണ്ടയ്ക്ക് വേറെ ഇതുണ്ട്. ഈ കൊതുക് മറ്റേ എന്തോ നമ്മുടെ കിണറിനൊക്കെ വിരിക്കത്തില്ല, ആ സാധനം. അതെന്തായാലും വിരിക്കണം അല്ലേ? അത് വിരിക്കണം, കാരണം അല്ലെങ്കിൽ ഇവന്മാരെ പൊക്കിക്കൊണ്ട് വരാൻ ആൾക്കാർ വരും. അത് ശരി, അത് നമുക്ക് കാണിക്കണ്ട. അത് നമുക്ക് എന്തായാലും വിരിച്ചേക്കാം. എന്തായാലും വിരിക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ വേണ്ടേ സാധനം എന്തായാലും നമ്മൾ ഇട്ടിട്ടുണ്ടില്ലേ? സാധനം ഫുള്ള് സെറ്റ്. പിന്നെ ഇനി വളർന്നൊക്കെ പതിയെ കാണിക്കല്ലേ? ബ്രീഡൊക്കെ ഫസ്റ്റ് ബ്രീഡിങ് നമ്മൾ ഇതിന്റെ കാണിയായിരിക്കും. ഇത് ഇവിടെ കൊണ്ടിട്ട് ഫസ്റ്റ് ബ്രീഡിങ് ഇതിന്റെ. അതെ, ബ്രീഡ് ആയി കഴിഞ്ഞു. അതാണ്ട് നമ്മുടെ മീനെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയല്ലേ? എന്നൊരു കൊച്ചു വീഡിയോ ആയിരുന്നല്ലേ? ചെറിയൊരു വീഡിയോ. നമ്മൾ മീൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് ഇവിടെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഇനി പരിപാടി ഒന്നുമില്ല. നമുക്ക് ഇതെന്തായാലും അടച്ചു വെക്കണം, തുറന്നു വെക്കാൻ പറ്റത്തില്ല. അതെ, അതെന്തായാലും ഞങ്ങൾ കാണിക്കുന്നത്. അതോടെ അടിച്ചാൽ ഭയങ്കര ലാഗ് അടിക്കില്ലേ? അതെ, ഭയങ്കര ലാഗായി പോകും. അതെ, നമ്മുടെ ആ ഒരു മീനെ കൊണ്ടിട്ടു നമ്മുടെ അതിന്റെ ഫസ്റ്റ് ബ്രീഡിങ്ങിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് എല്ലാവർക്കും ആവശ്യം കിട്ടും. എല്ലാവരും കയറി ഫുൾ വീഡിയോ ആണോ ഇല്ലേ? നല്ലൊരു ഇതാവത്തുള്ളൂ. അതെ, പവർ വരണം. എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു ഇതും കിട്ടത്തുള്ളൂ അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.